2 ളുഹ നമസ്കരിച്ചാൽ ഇതിന്റെ പുണ്യം കിട്ടും. ആണാകട്ടെ പെണ്ണാകട്ടെ 2 ളുഹ നിസ്കരിക്കുക. നിസ്കരിക്കാത്തവരൊക്കെ ഇനി മുതൽക്ക് നിസ്കാരം നിലനിർത്തണം. ഖബറിൽ ഇരുട്ടുണ്ടാവില്ല. ളുഹ നിസ്കാരം പതിവാക്കിയ മനുഷ്യന് ഖബറിൽ ഇരുട്ടുണ്ടാവില്ല. സുഖമായിട്ട് കിടക്കുക ഖബറിൽ. വലിയ പുണ്യമുള്ള നിസ്കാരം ളുഹ നമസ്കാരം. 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി ചുരുങ്ങിയത്. പെണ്ണുങ്ങളെ, ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒളു ഉണ്ടാക്കി കയറാൻ. അടുക്കളയിലെ ജോലി കഴിഞ്ഞിട്ട് വേണ്ട കയറാൻ. അസർ വരെ പണിയെടുത്താലും അടുക്കളയിലെ ജോലി കഴിയൂല. എന്താ ഇത്ര പണിയുള്ളത്? പഴയ കാലത്തെ മാതിരി വിറക് കൊത്തണ്ട, ഗ്യാസാണ്, ചെവി പിടിച്ച് തിരിച്ചാൽ മതി, എല്ലാം റെഡിയാണ്. സർവ്വ സാധനങ്ങളും അങ്ങ് തയ്യാറാക്കി വെച്ചിട്ട് ഇതങ്ങ് തിരിച്ചു കൊടുത്താൽ പയറ് വേവിച്ചെടുക്കുമ്പോഴേക്ക് അപ്പുറത്ത് മീൻ റെഡിയാണോ അതങ്ങ് പൊരിച്ചെടുത്തൂടെ? ഇങ്ങനെ ഓരോ സർവ്വ സാധനം അങ്ങ് റെഡിയാക്കി വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പണി കഴിക്കാനല്ലേ ഉള്ളൂ. പക്ഷേ ഒരു പ്ലേറ്റ് കഴുകണമെങ്കിൽ 1/2 മണിക്കൂർ വേണം. അപ്പൊ വീട്ടിലുള്ള മക്കളും ബാപ്പയും ഭർത്താവും എല്ലാവരും കൂടി തിന്ന പ്ലേറ്റ് കഴുകാൻ 3-4 മണിക്കൂർ എടുത്താൽ ഈ പണിയൊന്നും നടക്കൂല. അതിരാവിലെ തന്നെ പെട്ടെന്ന് പണിയങ്ങ് തീർത്ത് ഒന്ന് കൈ സ്പീഡാക്കിയാൽ 10 മണിയാകുമ്പോഴേക്ക് അടുക്കള ജോലി മുഴുവൻ കഴിഞ്ഞാൽ പെണ്ണ് ഫ്രീ ആണ്. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് കുറെ ഫ്രീ ആകാൻ പഠിച്ചിട്ടുണ്ട്. കാരണം നല്ല സീരിയലുകളൊക്കെ വന്നതുകൊണ്ട് പണിയൊക്കെ വേഗം കഴിച്ചിട്ട് വാതിലും അടച്ചു പൂട്ടിയിരുന്ന് ഇത് കാണാൻ വേണ്ടി കൈ സ്പീഡൊക്കെ വന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ TV കാണാനല്ല സ്പീഡാക്കേണ്ടത്. 2 റക്അത്ത് ളുഹ നിസ്കരിച്ചുകൊണ്ട് ളുഹറിനെ പ്രതീക്ഷിച്ചിരിക്കുക. ളുഹർ നിസ്കരിക്കേണ്ട ഏറ്റവും നല്ല ടൈം ഒരു 9 മണിയാണ്. എളുപ്പം പറയാണ്, 9 മണിയാണ് ഏറ്റവും നല്ല ടൈം. ആ ടൈമിന് ഈ ഒത്തു കിട്ടിയില്ലെങ്കിൽ കുറച്ച് നേരത്തെ നിസ്കരിച്ചാലും കുഴപ്പമില്ല. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ട ടൈമായി. ഒരു കുന്തത്തിന്റെ കതിർ പൊന്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾക്കൊന്നും അത് പെട്ടെന്ന് മനസ്സിലാവില്ല. എളുപ്പം മനസ്സിലാകാൻ പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആയാൽ ടൈമായി. ളുഹർ ബാങ്ക് വിളിക്കുന്നത് വരെ ടൈമുണ്ട്. അപ്പൊ ളുഹർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് പള്ളിക്ക് എത്തിയാൽ, ജോലി തിരക്കും മറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കട തുറക്കാൻ പോകുന്നതിന് മുമ്പ് അങ്ങാടിയിലേക്ക് വന്നപ്പോ പള്ളി കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോയിട്ട് കട അങ്ങ് തുറന്ന എന്തൊരു ബർക്കത്താണ്. 360 മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുത്ത കൂലിയാണ്. നിന്റെ ശരീരത്തിന്റെ ഓരോ കെണുപ്പുകൾക്കും ഏപ്പുറപ്പുകൾക്കും ഉണ്ടാകുന്ന അപകടം അല്ലാഹു തആല തട്ടിമാറ്റി തരും എന്ന്. അപ്പൊ ഈ ധർമ്മം കൊടുത്തവർക്ക് പിന്നെ ളുഹ വേണ്ടേ? വേണം. ളുഹ നിസ്കാരം എല്ലാവർക്കും വേണം. പക്ഷേ 360 ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത കൂലി ളുഹ 2 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ കിട്ടുന്നർത്ഥം. അതാണും പെണ്ണും ഒക്കെ നിലനിർത്താൻ ശ്രമിക്കണം. പിന്നെ അപ്പൊ നിത്യവും ധർമ്മം കൊടുക്കണം, നിത്യവും ആഫത്ത് തടുക്കും എന്ന് രണ്ടാമത്തെ അർത്ഥം. ഒന്ന് ബലാഉ ഉഖൂബത്തിൻ, തെറ്റ് ചെയ്തതിന്റെ ശിക്ഷയായി വരുന്ന അപകടമാണ് ഈ തടുക്കുക എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് നിത്യം കൊടുക്കണം എന്നൊരർത്ഥം. മൂന്നാമത്തെ വേറൊരർത്ഥമുണ്ട്. അതെന്താ? അള്ളാഹു നമുക്ക് വെച്ചിരിക്കുന്ന അപകടമില്ലേ, ആ അപകടത്തെ അള്ളാഹു നിസ്സാരമാക്കി അങ്ങ് വിടും. എന്തോ ഒരു അപകടം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ നിശ്ചയിച്ചത് ഭയങ്കര അപകടമായിരുന്നു. അന്ന് രാവിലെയാണ് ഈ 10 രൂപ കൊടുത്തത്. അത് കാരണം അള്ളാഹു നിസ്സാരമാക്കി അങ്ങ് വിട്ടു. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഫാത്തിഹ ഓതി സൂറത്തൊക്കെ ഓതിയിട്ട് ഇടതുകാലം വെച്ച സുന്നത്തൊക്കെ പാലിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇറങ്ങിപ്പോരുന്ന സമയത്താണ് ഒരു പാവപ്പെട്ട ഒരാൾ വന്നത്. എൻ്റെ മകളെ കെട്ടിക്കാനുണ്ട്, ഒരു വീടുണ്ടാക്കാനുണ്ട്, എന്തെങ്കിലും ഒരു സംഭാവന തരുമോ, എന്തോ ഒന്ന് പോക്കറ്റിലുണ്ട്, അതങ്ങ് എടുത്തു കൊടുത്തു. അയാളങ്ങ് തിരിച്ചുപോയി. കാറെടുത്ത് പുറത്തോട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സൈക്കിൾ അങ്ങ് വന്നിടിച്ചു. ആ സൈക്കിൾ അങ്ങ് മറിഞ്ഞു. എഴുന്നേറ്റപ്പോൾ അവനൊരു ചിരി ചിരിച്ചു, അവനങ്ങ് പോയി. എന്തോ ഒരു ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കോറിയിട്ട് രക്തത്തിന്റെ അടയാളം ഉണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ രക്തം പൊടിയൊന്നുണ്ടോ എന്നൊരു തോന്നൽ. എന്താ ഇന്നലത്തെ അതൊക്കെ ഈ മുസ്ലിംമാര് കാശ് കിട്ടാൻ എന്തും വേണമെങ്കിൽ പറയട്ടോ. ഇന്ന് ധർമ്മം കൊടുത്താ ഞാൻ ഇറങ്ങിയത്. പക്ഷെ കണ്ടില്ലേ നിങ്ങൾ സൈക്കിൾ ഇടിച്ചത്? എടാ, സൈക്കിൾ ഇടിച്ച് ആ കുട്ടിക്ക് പോകാൻ പറ്റില്ല. ശരിക്കും വേണ്ട നിന്റെ കാറിടിച്ച് ഓൻ മരിക്കേണ്ടതാ. ആ വലിയ ആഫത്ത് അല്ലാഹു സലാമത്താക്കി തന്നില്ലേ? ആ ഭയങ്കരമായി വെച്ച ചില ആഫത്തുകളെ അല്ലാഹു തആല ലഘുവാക്കിയിട്ട് അങ്ങ് കളയും. ഒരു തെങ്ങിന്റെ ചുവട്ടിലേക്ക് ഇറങ്ങിയതിനെ, മുറ്റത്തൊരു തെങ്ങുണ്ട്, ആ തെങ്ങിന്റെ ചുവട്ടിക്ക് ഇറങ്ങിയത്. നേരെ ഒരു തേങ്ങ അങ്ങോട്ട് വീണിട്ട് കയ്യിന്റെ സൈഡിൽ കൂടി ആ തേങ്ങ അങ്ങോട്ട് വീണ് കോറിയിട്ട് രക്തം അങ്ങനെ വലിക്കുക. ധർമ്മം കൊടുത്തിട്ട് തിരിഞ്ഞിട്ടേ ഉള്ളൂ. എടാ, ഈ കോറിയെ പോരാ, നീ ഈ തേങ്ങ നിർന്തലയിൽ വീണിട്ട് മരിക്കേണ്ടതാ.
ആ കൊടുത്ത ധർമ്മത്തിന്റെ ഫലമായി അതൊരു സൈഡിൽ കൂടി അങ്ങോട്ട് പോയി, നിസ്സാരമാക്കി അല്ലാഹു വിട്ടു. അതല്ലെങ്കിൽ നീ അങ്ങ് വീണ് മരിക്കേണ്ടതാ, ഒന്ന് ചെരിഞ്ഞല്ലേ ഉള്ളൂ. ഇങ്ങനെ എത്ര സംഗതി നടക്കാറുണ്ട്. ശരിക്കും അവിടെ നടക്കേണ്ടത് എന്താണെന്നറിയോ? ഒന്നെങ്കിൽ നീ കിണറ്റിൽ വീണ് മരിക്കണം, അല്ലെങ്കിൽ തേങ്ങ നെറുവിൽ വീണ് മരിക്കണം. നേരെ ഉച്ചയിൽ തേങ്ങ വീണിട്ട് ആ സ്പോട്ടിൽ മരിക്കേണ്ടതാ. ഇത്രയും വലിയ, അല്ലെങ്കിൽ നിന്റെ വണ്ടി തട്ടിയിട്ട് ആ മനുഷ്യൻ മരിക്കേണ്ടതാ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അതൊക്കെ നിസ്സാരമായിട്ടൊരു പ്രശ്നമില്ല. ആ കുട്ടിനെ വിളിച്ചിട്ട് എടാ വല്ലതോ, ഇല്ല നിക്ക പോയിക്കോ, അവൻ നമ്മൾ പറഞ്ഞു വിട്ടു, ഒന്നും പറ്റിയില്ല. അപ്പൊ ഒരു സന്തോഷം കൊണ്ട് ഒരു 10 രൂപ അവന്റെ പോക്കറ്റിലെടുത്തു. ഓരോ പിന്നെ പറയും വേണ്ട, ഭയങ്കര സന്തോഷേ, ഓനെ ബബിളുകവും വാങ്ങിപ്പോയി. അങ്ങനെ കുട്ടികൾക്ക് അത് വലിയ സന്തോഷം. എന്തെല്ലാം സംഭവങ്ങൾ അങ്ങനെ നടക്കാറുണ്ടല്ലേ. അപ്പൊ അതെന്താണ്? അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഏറ്റവും ഗൗരവമായ ഒരു ആപത്തിനെ നിസ്സാരമാക്കി അല്ലാഹു തആല വിട്ടു. എന്താ കാരണം? ഇന്ന് കൊടുത്ത ധർമ്മമാണ്. നിങ്ങൾ ആ ഹദീസിനെ തെറ്റിദ്ധരിക്കരുത്. ധർമ്മം കൊടുത്താൽ ആപത്ത് തടയും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കൊരാപത്തും തടയുന്നില്ല എന്നാരും വിചാരിക്കണ്ട. ആ ഹദീസിന് ഇങ്ങനൊക്കെ അർത്ഥം, ഇനിയുണ്ട് അർത്ഥം. ഒന്നും കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഒന്ന്, യഖ്ലത്തിൽ വെച്ചിരിക്കുന്ന അപകടങ്ങളെ അല്ലാഹു തആല സ്വപ്നത്തിലാക്കി മാറ്റിക്കളയുന്ന. അല്ലാഹു നമുക്ക് ഉണർച്ചയിൽ വെച്ച ചില അപകടമല്ലേ, അതിനെ അല്ലാഹു സ്വപ്നത്തിലാക്കും. ചില മനുഷ്യന്മാരുടെ പാതിരാ സമയത്ത് കണ്ട് എഴുന്നേറ്റ് ഇരുന്നിട്ട് അന്തം വിട്ട് വേജാറായി ഇരുന്ന്, അപ്പൊ പെണ്ണുങ്ങളിങ്ങനെ നെഞ്ചത്തൊക്കെ തട്ടി പുറത്തൊക്കെ തട്ടി, എന്താ നെഞ്ചുവേദന ഉണ്ടാ? ഇല്ല, ഒന്നുമില്ല. എന്താ നിങ്ങൾക്ക് പിടിച്ച് കുലുക്കി? ഒന്നുമില്ല. പിന്നെന്താ? എന്തെങ്കിലും ഒന്ന് പറ. ഒന്നുമില്ല, ഈ കടന്നോ. ഭയങ്കര ബഹളം രണ്ടാളും കൂടി. ഇവരാണെങ്കിൽ പറയൂല, അവളാണെങ്കിൽ പറയാതെ വിടൂല്ല. ഈ നിലക്ക് കിടന്നിട്ട് രണ്ടാളും കൂടി വിഷമിക്കും. സംഗതി അങ്ങനെ കിടന്ന് നേരം വെളുത്തു. എഴുന്നേറ്റപ്പോൾ ഇയാൾക്ക് ഇതിന്റെ ഈ പരിഭ്രമം വിട്ടിട്ടില്ല. അതെന്താ കാരണം? പിന്നെയും തിരക്കി അന്വേഷിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനേ കിണറ്റിൽ വീട് മരിക്കണത് കണ്ടുപോർ, കിണറ്റിൽ വീട് മരിക്കണത് സ്വപ്നം കണ്ടുപോർ. പിന്നെ അയാൾക്ക് പുറത്തിറങ്ങാൻ പേടി. എങ്ങനെയെങ്കിലും തട്ടിത്തറഞ്ഞ് കിണറ്റിൽ വീകോ എന്ന് പേടിച്ചിട്ട് ഇയാളിങ്ങനെ നിൽക്കുകയാണ്. എടാ, ഒരു പേടിയും പേടിക്കണ്ട. നീ ഇന്നലെ ആർക്കോ ധർമ്മം കൊടുത്തിരുന്നോ? ആ വഅദിന്റെ മജ്ലിസിലെ മദ്രസയ്ക്ക് പിരിവ് ചോദിച്ചപ്പോ എന്തോ കൊടുത്തിരുന്നോ? നീ ഇന്ന് കിണറ്റിൽ വീണ് മരിക്കേണ്ടതാ. അത് അല്ലാഹു തആല സ്വപ്നത്തിലാക്കി മാറ്റിയതാ. ഇനി പേടിക്കണ്ട. നബിയുനാ റസൂലുള്ളാഹി യഖ്ലത്തിൽ വെച്ചിരിക്കുന്ന ഉണർച്ചയിൽ വെച്ച അപകടത്തെ അല്ലാഹു തആല സ്വപ്നത്തിലാക്കി മാറ്റി.